ഹലോ ഫ്രണ്ട്സ്, ഞാനുള്ളത് ട്രാൻസ്ഫോം ഇന്റർനാഷണൽ സീപോർട്ട് വിഴിഞ്ഞം ടെർമിനൽ. രണ്ട് ടെർമിനലാണ് നമ്മുടെ പോർട്ടിലുള്ളത്, ടെർമിനൽ 1 ആൻഡ് ടെർമിനൽ 2. ഇപ്പോൾ ഈ വലിയ മദർഷിപ്പ് നിൽക്കുന്ന ടെർമിനലാവട്ടെ ടെർമിനൽ 1 ആണ്. അതുമാത്രമല്ല, ഡോൾഫിൻ സീരീസിലെ 2 ടഗ് ബോട്ടുകളും നമുക്ക് കാണാൻ സാധിക്കും. അതിലൊരു ടഗ് നമ്മുടെ ഷിപ്പിൻ്റെ അടുത്തേക്ക് വരുന്ന കാഴ്ച ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഷിപ്പ് നമ്മുടെ പോർട്ടിൽ നിന്നും ഇപ്പോൾ പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത്. ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ആദ്യമായിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും ഷിപ്പ് മൂറിംഗ് റിലീസ് ചെയ്യുന്ന വീഡിയോ അധികമായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ നമുക്ക് ഈ ഷിപ്പ് ഈ ഭാഗത്തു നിന്ന് മൂറിംഗ് റിലീസ് ചെയ്ത് നമ്മുടെ ബെർത്തിൻ്റെ സൈഡിൽ നിന്നും ടഗ് ബോട്ട് ഉപയോഗിച്ച് പുള്ളിയത് ബെർത്തിൻ്റെ സൈഡിൽ നിന്നും മാറ്റുന്ന കാഴ്ച തീർച്ചയായിട്ടും ഇവിടെ നിന്ന് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നമുക്ക് പോകാം ആ കാഴ്ചയിലേക്ക്. നമ്മുടെ പോർട്ടിലെ ഒന്നാമത്തെ ടെർമിനൽ നിൽക്കുന്ന വലിയ ഷിപ്പ് എന്ന് പറയുന്നത് MSC ബെറ്റിന എന്നാണ് ഷിപ്പിൻ്റെ പേര്. ഏകദേശം 336 മീറ്ററാണ് ഷിപ്പിൻ്റെ നീളം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഹെവി റോപ്പ് ടൈ ചെയ്ത, അതായത് നമ്മുടെ മൂറിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ കാണുന്ന ഹെവി റോപ്പ് ടൈ ചെയ്യുന്നത് മൂറിങ് ബുള്ളറ്റ്സിലാണ് ടൈ ചെയ്യുന്നത്. ആ റോപ്പ് റിലീസ് ചെയ്യുന്ന വർക്കുകളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഏകദേശം 336 മീറ്റർ നീളമുള്ള ഷിപ്പിന് 51.2 മീറ്ററാണ് ഷിപ്പിൻ്റെ ബീം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷിപ്പിൻ്റെ വീതി എന്ന് പറയാം, അല്ലെങ്കിൽ ഷിപ്പിൻ്റെ ബെർത്ത് എന്ന് പറയാം. ഏകദേശം 29.9 മീറ്ററാണ് ഷിപ്പിൻ്റെ ഡെപ്ത്. 16 മീറ്ററാണ് ഷിപ്പിൻ്റെ മാക്സിമം ഡ്രാഫ്റ്റ്. നിലവിലെ ഡ്രാഫ്റ്റ് 13.6 മീറ്ററാണ്. സിംഗപ്പൂർ പോർട്ടിലേക്കാണ് ഈ ഷിപ്പ് ഇവിടെ നിന്നും പോകുന്നത്. നമ്മുടെ പോർട്ടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഏകദേശം 15.5 മീറ്റർ ആയിരുന്നു ഷിപ്പിൻ്റെ ഡ്രാഫ്റ്റ്. നിലവിലെ ഡ്രാഫ്റ്റ് 13.6 മീറ്ററും, അതായത് 1.9 മീറ്റർ ഡ്രാഫ്റ്റ് വിഴിഞ്ഞം പോർട്ടിൽ വന്നതിന് ശേഷം തീർച്ചയായിട്ടും കുറഞ്ഞിട്ടുണ്ട്. ആ കുറവാണ് കണ്ടെയ്നർ രൂപത്തിൽ നമ്മുടെ യാർഡിലുള്ളത്. 10,000 TEU കണ്ടെയ്നറാണ് നമ്മുടെ ഈ MSC ബെറ്റിനയ്ക്ക് മാക്സിമം ഉൾക്കൊള്ളാൻ പറ്റുന്ന കണ്ടെയ്നർ. അതിൽ 1000 റീഫർ കണ്ടെയ്നറും ഉൾക്കൊള്ളാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡോൾഫിൻ സീരീസിലെ ടഗ് ബോട്ടുകൾ ചെറിയൊരു പ്രഷർ കൊടുത്തതിന് ശേഷം, ഷിപ്പിലേക്ക് പ്രഷർ കൊടുത്താൽ മാത്രമേ നമുക്ക് ഹെവി റോപ്പ് റിലീസ് ചെയ്യാനേ സാധിക്കുള്ളൂ. അതിൻ്റെ ജോലികൾ നടക്കുന്നതോടൊപ്പം ഇപ്പോൾ നമ്മൾ കാണുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലൂടെ ഈ ലോറികളിൽ ആക്രോപോഡ് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ലോറിയിൽ 2 ആക്രോപോഡ് എന്ന ക്രമത്തിലാണ് നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിലൂടെ ഈ ലോറികൾ പാസ് ചെയ്ത് പോകുന്നത്. അവിടെ നടക്കുന്ന ജോലികൾ 2960 മീറ്ററാണ് നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് മുതൽ എൻഡ് പോർഷൻ വരെ ഫസ്റ്റ് ഫേസിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ അതിൻ്റെ സെൻറ്ററിലൂടെയുള്ള 10 മീറ്റർ വീതിയുള്ള റോഡിൻ്റെ വർക്കും ഏകദേശം കഴിഞ്ഞ് കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ സൈഡിലൂടെയുള്ള പ്രൊട്ടക്ഷൻ വാളിൻ്റെ വർക്കുകളാണ്. അതും ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അതിൻ്റെ സൈഡിൽ പ്രൊട്ടക്ഷൻ വാളിൻ്റെ പേരലായിട്ട് തന്നെ ആക്രോപോഡ് ഫില്ല് ചെയ്യുന്ന ജോലികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാലാണ് ആക്രോപോഡുമായിട്ട് ധാരാളം ലോറികൾ ദിനം പ്രതി നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിലൂടെ പോകുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ റോപ്പർ ഏകദേശം റിലീസ് ചെയ്യുന്ന ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് നമ്മളീ കാണുന്ന പോലെ ഷിപ്പിൻ്റെ ഓരോ സൈഡിലെ റോപ്പും ഇപ്പോൾ റിലീസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ഷിപ്പിൻ്റെ സ്റ്റാഫുകളെയും നമുക്കവിടെ കാണാൻ സാധിക്കും. നേരത്തെ ആണെങ്കിൽ നമ്മുടെ ഷിപ്പിൽ തന്നെ ഒരു റൊട്ടേറ്റിംഗ് പോർഷനുണ്ട്, ഈ റോപ്പ് റൊട്ടേറ്റ് ചെയ്യുന്ന പോർഷനുണ്ട്. അതിലൂടെ വളരെ ഫാസ്റ്റായിട്ടാണ് ഷിപ്പിൽ നിന്നും റോപ്പ് റൊട്ടേറ്റ് ചെയ്ത് വെക്കുന്നത്. പക്ഷേ നിലവിൽ നമ്മൾ നേരത്തെ ടഗ് ബോട്ട് ആണെങ്കിൽ നേരെ തിരിച്ചാണ്. ടഗ് ബോട്ടുമായിട്ട് ഈ പറയുന്ന ഷിപ്പ് റോപ്പ് ടൈ ചെയ്യുമ്പോൾ ടഗ് ബോട്ടാണ് അതിൻ്റെ കൺട്രോൾ പൂർണ്ണമായിട്ട് നോക്കുന്നത്. രണ്ടും എൻ്റെ ഡിഫറൻ്റ് ആണ്. അതാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ എനിക്കിത് ഇപ്പോൾ തോന്നുന്നു ഏകദേശം 3 ലക്ഷം TEUക്ക് അടുത്ത് കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് കഴിഞ്ഞ് കാണും നമ്മുടെ പോർട്ടിൽ. കാരണം ധാരാളം മദർ ബസ്സിലാണ് നമ്മുടെ പോർട്ടിൽ ദിനം പ്രതി വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വന്നു പോകുന്ന സമയത്ത് തന്നെ നല്ലൊരു ഡ്രാഫ്റ്റ് കുറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്. ഇപ്പോൾ ഈ ഷിപ്പ് ആവട്ടെ ഏകദേശം 1.9 മീറ്റർ ഡ്രാഫ്റ്റാണ്. MSC ബെറ്റിന ഡ്രാഫ്റ്റ് കുറഞ്ഞിട്ടാണ് സിംഗപ്പൂർ പോർട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അത്രത്തോളം ഡ്രാഫ്റ്റ്, ഏതാണ്ട് 15.5 മീറ്റർ നിന്നും 13.6 മീറ്ററിലേക്ക് ഡ്രാഫ്റ്റ് വ്യത്യാസം വന്നപ്പോൾ അത് കണ്ടെയ്നർ രൂപത്തിൽ നമ്മൾ ഈ കാണുന്ന യാർഡ് പോർഷനിൽ നിരനിരയായി ഒന്നിന് മുകളിൽ ഒന്നായിട്ട് 5 കണ്ടെയ്നർ ഹൈറ്റിലാണ് ഇവിടെ ഇപ്പോൾ കണ്ടെയ്നർ നിരന്തരം കാണാൻ സാധിക്കുന്നത്. അത് വളരെ മനോഹരമായ കാഴ്ചയാണ്. ഓരോ ദിവസവും മുന്നേറുമ്പോൾ, അല്ലെങ്കിൽ ഓരോ ദിവസവും കഴിയുമ്പോൾ തന്നെ ഓരോ പടി മുന്നോട്ട് പോകുന്ന നമ്മുടെ സ്വന്തം പോർട്ടിനെ നമുക്ക് ഈ കണക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായി സാധിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോർട്ട് ഓഫീസ് ബിൽഡിംഗ് ആണ്, PO ബിൽഡിംഗ് എന്ന് പറയും. ഇനി ഈ സൈഡിലൂടെ നമുക്ക് ധാരാളം ഈ പറയുന്ന നാച്ചുറൽ സ്റ്റോൺ അല്ലെങ്കിൽ കരിങ്കല്ലുകൾ ഇവിടെ ഫില്ല് ചെയ്യുന്ന കാണാൻ സാധിക്കും. തുടക്കം മുതലേ പറയുന്നുണ്ട് നമ്മളെ കരിങ്കലിൻ്റെ ഒരു മല തന്നെ ആദ്യമായിട്ട് നമ്മുടെ പോർട്ടിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്ത് ഒരു മല തന്നെ ഇവിടെ രൂപപ്പെട്ടിരുന്നു. കാരണം
ബ്രേക്ക് വാട്ടർ നമുക്ക് 2960 മീറ്റർ കംപ്ലീറ്റ് ചെയ്യുന്നതിന് ഏകദേശം 57-58 ലക്ഷം ടണ്ണാണ് നാച്ചുറൽ സ്റ്റോൺ ആവശ്യമായി വരുന്നത്. ഇപ്പോൾ സെക്കൻഡും തേർഡും ഫോർത്തും ഫേസ് വർക്ക് 2025 സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ധാരാളം നാച്ചുറൽ സ്റ്റോണാണ് ഇവിടെ ഇപ്പോൾ ഡംപ് ചെയ്യുന്നത്. നമ്മൾ പല വീഡിയോയിലും നമ്മുടെ പോർട്ടിൻ്റെ എൻട്രൻസ് ഭാഗത്തൂടെ ധാരാളം ലോറികൾ ഈ ഭാഗത്താണ് നാച്ചുറൽ സ്റ്റോൺ എക്സ്കവേറ്റർ ഉപയോഗിച്ച് ഇപ്പോൾ തന്നെ 2-3 ലോറികൾ ഈ സൈഡിലായിട്ട് കാണാൻ സാധിക്കും. സ്റ്റോണുമായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ എക്സ്കവേറ്റർ ഉപയോഗിച്ച് കറക്റ്റ് പ്ലേസ് ചെയ്യുന്ന ജോലികളാണ് ഇപ്പോൾ നടക്കുന്നുണ്ടോ. ഇതിൽ നിന്നും വലുതും ചെറുതുമായിട്ടുള്ള സ്റ്റോണുകൾ തരംതിരിച്ചതിന് ശേഷം അത് നമ്മളെ സ്പ്ലിറ്റ് ബാർജിലും ഇഞ്ചിൻലെസ് ബാർജിലും ലോറികളിലുമായിട്ട് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ അതായത് എൻഡ് പോർഷൻ, അതായത് 2960 മീറ്ററുള്ള എൻഡ് പോർഷനിൽ നിന്നും എക്സ്റ്റൻഷൻ ആരംഭിക്കുന്നതായിരിക്കും. ഉടൻ തന്നെ വർക്ക് തുടങ്ങും എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിൻ്റെ ഫോർമാലിറ്റീസ് നടക്കുന്നു. ഇപ്പോൾ അത്രയത്തോളം നമ്മൾ കണ്ട് വന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഡോൾഫിൻ ടഗുകൾ ഈ പറയുന്ന ഹെവി റോപ്പ് ടൈ ചെയ്തതിന് ശേഷം ഷിപ്പിനെ നമ്മൾ ഈ കാണുന്ന ബെർത്തിൻ്റെ ഭാഗത്തുനിന്നും പുള്ളി ചെയ്ത് മാറ്റുന്ന കാഴ്ചയാണ് കാണുന്നത്. നമ്മൾ ഇതുവരെ എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തുനിന്ന് പുള്ളി ചെയ്ത് നീങ്ങുന്ന ഷിപ്പിനെ വളരെ സാവധാനം ബെർത്തിൻ്റെ ഭാഗത്തുനിന്ന് പുള്ളി ചെയ്ത് നീക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. വളരെ സാവധാനമായി നീക്കുന്നത്. വലിയൊരു ഷിപ്പ് തന്നെയാണ്. 366 മീറ്ററാണ് ഷിപ്പിൻ്റെ നീളം. വലിയൊരു ഡ്രാഫ്റ്റോടെ വിഴിഞ്ഞം പോർട്ടിൽ വന്ന ഷിപ്പ്. ഇപ്പോൾ വരുന്ന ഷിപ്പുകളെല്ലാം ഏകദേശം 15 മീറ്റർ മുകളിൽ ഡ്രാഫ്റ്റോടെയാണ് ചില മദർഷിപ്പുകൾ. മിക്ക മദർഷിപ്പുകളും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ വരുന്നത്. നമ്മുടെ പോർട്ടിൻ്റെ റെക്കോർഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 16.7 മീറ്ററാണ്. അത് MSC ക്ലോഡ് ജെറാൾട്ടാണ് അത്രയും വലിയൊരു റെക്കോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. തൊട്ടടുത്തൊരു ഷിപ്പ് MSC വെറോണ 16.6 മീറ്റർ ആയിരുന്നു. പക്ഷേ MSC വെറോണ 16.8 മീറ്ററാണ് നമ്മുടെ പോർട്ടിൻ്റെ പുറത്ത് വന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ വീഡിയോയിൽ വ്യക്തമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്താ കാരണം എന്നുള്ളത്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഡോൾഫിൻ 27 എന്ന് പറയുന്ന ടെഗാണ്. നമുക്ക് 4 ടെഗ് ബോട്ടാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലുള്ളത്. ഡോൾഫിൻ 26, 27, 28, 29. അതിൽ 27 എന്ന് പറയുന്ന ടെഗ് ബോട്ടാണ് ഹെവി റോപ്പ് ടൈ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഈ പറയുന്ന ഷിപ്പിനെ നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ സൈഡിലേക്ക്, ബ്രേക്ക് വാട്ടറും നമ്മുടെ ബെർത്തും തമ്മിൽ ഏകദേശം 900-950 മീറ്ററാണ് വീതി അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഉള്ളത്. ബ്രേക്ക് വാട്ടർ മുതൽ ബെർത്ത് വരെ പലയിടത്തും പലതാണ്. എന്നാലും നമുക്ക് ആവറേജ് പറഞ്ഞാൽ നമുക്ക് 900 മീറ്റർ എബോവ് ഉറപ്പായിട്ടുണ്ട്. കാരണം നമ്മൾ സാറ്റലൈറ്റ് വ്യൂ ആയ സെൻറ്റിനൽ ഹബിലൂടെ നമ്മൾ മെഷർമെൻറ്റ് പലപ്പോഴായിട്ട് നമ്മളെ ചാനലിൽ തന്നെ പോർട്ടിൻ്റെ അപ്ഡേഷൻ എടുക്കുമ്പോൾ ആ മെഷർമെൻറ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത്രത്തോളം വീതിയുണ്ട്. അതിനാൽ ഇതുപോലുള്ള 2-3 ഷിപ്പുകൾക്ക് അല്ലെങ്കിൽ 2 ഷിപ്പുകൾക്ക് ഒരേ സമയം തീർച്ചയായിട്ടും 180 ഡിഗ്രി തിരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ പോർട്ടിൽ ബെർത്ത് ചെയ്യാനായി സാധിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്ന വളരെ സാവധാനം MSC ബെറ്റ്ന എന്ന് പറയുന്ന ബാഡ്ജിങ്ങും പനാമ എന്ന് പറയുന്ന ബാഡ്ജിങ്ങും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഷിപ്പിൻ്റെ ഇവിടെയും നമുക്ക് ഷിപ്പിൻ്റെ ഡ്രാഫ്റ്റ് ഏകദേശം കാണാൻ ഈ പ്രൊപ്പറിലിരിക്കുന്ന ഭാഗമാണ്. ഇവിടെയും ഡ്രാഫ്റ്റ് ചെറുതായിട്ട് കാണാൻ സാധിക്കും. കണ്ടോ, ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന 2 ടെർമിനൽ നമ്മൾ പറഞ്ഞു. ടെർമിനൽ ഫസ്റ്റിലാണ് ഇപ്പോൾ മദർഷിപ്പ് ഉള്ളത്. തൊട്ടടുത്ത ടെർമിനലിൽ എനിക്ക് ഒന്ന് ഫീഡർ ബസ്സിലുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ വശത്ത് നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കില്ല. കാരണം തൊട്ട് മുന്നിൽ യാർഡ് പോസ്റ്റിൽ കണ്ടെയ്നർ ഉയർന്നു പൊങ്ങിക്കഴിഞ്ഞു. കാരണം 5 കണ്ടെയ്നർ ഹൈറ്റിലാണ് കണ്ടെയ്നർ ഉള്ളത്. അതിനാൽ ഇവിടെ നമ്മൾ സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെർമിനൽ 1 കാണാൻ സാധിക്കില്ല. പക്ഷേ ഈ ഷിപ്പ് നമ്മൾ പകൽ വെളിച്ചത്തിൽ അല്ലെങ്കിൽ ഈ ഷിപ്പ് നമ്മുടെ പോർട്ടിനകത്ത് കയറിയപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നില്ല, കാണാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഷിപ്പ് പോകുന്ന സമയത്ത് നമ്മളിവിടെ വന്ന് വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്യുന്നത്. വളരെ സാവധാനമാണ് ഷിപ്പ് പോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്ന വളരെ മനോഹരമായ കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഷിപ്പിൻ്റെ പല ഡെക്കുകളും ഒഴിഞ്ഞു കിടക്കുന്നതാണ് കാണാൻ സാധിക്കും. നമുക്കൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും. അതുമാത്രമല്ല നമ്മൾ ഈ കാണുന്ന പല അതായത് ചെറിയ ചെറിയ വർക്കുകളെല്ലാം വർക്ക് സ്റ്റാഫിനെ ധാരാളമായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെ മനോഹരമായ ദൃശ്യമാണ്. ട്രെയിലർ ലോറികളിൽ MSC എന്ന് പറഞ്ഞ ബാഡ്ജിങ് പതിപ്പിച്ച കണ്ടെയ്നർ തിരിഞ്ഞു പോകുന്ന കാഴ്ച. അത് വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ്. നമ്മുടെ പോർട്ടിനെ സ്നേഹിക്കുന്നവർക്കും ആ ഒരു ഫീലിംഗ് നമുക്ക് മനസ്സിലാവും. ധാരാളം കണ്ടെയ്നർ ഇതുപോലുള്ള ലോറിയും നമ്മൾ ഈ കാണുന്ന നമ്മുടെ STS ക്രെയിൻ എന്ന് പറഞ്ഞാൽ സെമി ഓട്ടോമാറ്റിക് ക്രെയിനാണ്. നമ്മുടെ യാർഡിലിരിക്കുന്ന യാർഡ് ക്രെയിൻ അല്ലെങ്കിൽ കാൻഡിലിവർ റെയിൻമൗണ്ട് ഗ്രാൻഡി ക്രെയിൻ എന്ന് പറയുന്ന ഫുള്ളി ഓട്ടോമാറ്റിക് ക്രെയിനാണ്. അങ്ങനെ ഈ സെമി ഓട്ടോമാറ്റിക് യാർഡ് ക്രെയിനുകളും ഫുള്ളി ഓട്ടോമാറ്റിക്കുള്ള യാർഡ് ക്രെയിനുകളും സെമി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള നമ്മുടെ STS ക്രെയിനുകളും ചേർന്ന് നമ്മുടെ പോർട്ട് അറിയപ്പെടുന്നത് ഒരു സെമി ഓട്ടോമാറ്റിക് പോർട്ട് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഇത്രത്തോളം നമ്മൾ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ കപ്പലിനെ പൂർണ്ണമായിട്ടും ബെർത്തിൻ്റെ ഭാഗത്തു നിന്നും വലിച്ച് അല്ലെങ്കിൽ പുള്ളി നീക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ ദൂരെയായിട്ട് നമുക്ക് ബ്രേക്ക് വാട്ടറിൻ്റെ ഭാഗവും കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഷിപ്പ് പൂർണ്ണമായിട്ട് നീങ്ങി വന്നിരിക്കുന്നു. ഇപ്പോൾ ബെർത്തും നമ്മുടെ ഷിപ്പും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഈ ഭാഗത്തു നിന്ന്
കണ്ട് മനസ്സിലാക്കാം എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കണ്ടോ, ഇതാ കുറച്ച് ഭാഗം നീങ്ങി വന്നിരിക്കുന്നു. അതിനുശേഷമാണ് ഷിപ്പ് മുന്നോട്ട് പോകുന്നത്. നമുക്കിനി കണ്ടെയ്നർ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഡെക്കിൻ്റെ ബാക്ക് പോർഷനൊക്കെ, ഈ പോർഷനൊക്കെ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ്, അതായത് കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇവിടെ ഇതെല്ലാം നിറഞ്ഞു വന്ന ഒരു ഷിപ്പ് തന്നെയായിരുന്നു ഈ സ്ഥലം ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത്, അതായത് ഇവിടെ നിന്നുള്ള കണ്ടെയ്നർ നമ്മുടെ ഈ അടുത്ത് തന്നെ കാണും. അതായത് സെൻട്രലിൽ നിൽക്കുന്ന ഈ ഡെക്ക് പോർഷനും ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുന്നു. കണ്ടോ, ഈ ഒരു ഡെക്ക് പൂർണ്ണമായിട്ട് ഒഴിഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. ഇതുപോലുള്ള ഷിപ്പിൻ്റെ പല ഭാഗത്തും ഇനി നമുക്ക് മുന്നോട്ട് നോക്കാം, പല ഭാഗത്തെ ഡെക്കുകളും പൂർണ്ണമായിട്ടും ഒഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇതെല്ലാം നമ്മുടെ പോർട്ടിൽ തന്നെയാണ്. കാരണം എനിക്ക് തോന്നുന്നു 1-2 ദിവസമാണ്, ഒരു ദിവസം തന്നെയാണ് നമ്മുടെ MSC ബെറ്റ്ന വിഴിഞ്ഞം പോർട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഹോൾഡ് മൂറിങ്ങിലായിരുന്നത്. തൊട്ടടുത്തുള്ള പോർഷൻ നമുക്ക് നോക്കാമുണ്ടോ, ഈ ഒരു ഡെക്കും ഒഴിഞ്ഞിട്ടുണ്ട്. തൊട്ട് മുന്നിലും നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ പല ഭാഗത്തും നമുക്ക് ഇത്രത്തോളമാണ് നമുക്കൊന്ന് സൂം ചെയ്ത് അടുത്ത് കാണാൻ സാധിക്കുന്നത്. മുന്നിൽ കാണുന്ന ഈ ഡെക്കുകളെല്ലാം പൂർണ്ണമായിട്ട് ഒഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ 15.5 മീറ്ററിൽ വന്ന ഷിപ്പ് നിലവിൽ പോർട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ തന്നെ 13.6 മീറ്ററാണ്. ഇപ്പോൾ 1.9 മീറ്ററാണ് കുറഞ്ഞിട്ടുള്ളത്, ഡ്രാഫ്റ്റ് കുറഞ്ഞിട്ടുള്ളത്. അതിനാൽ നല്ലൊരു ട്രാൻസ്ഷിപ്മെൻ്റാണ്, അല്ലെങ്കിൽ നല്ലൊരു അൺലോഡിംഗ് ആണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ നടത്തിയിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാനായി സാധിക്കുന്നത്. അങ്ങനെ MSC ബെറ്റ്ന വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിന് വിട പറഞ്ഞ് സിംഗപ്പൂർ പോർട്ടിലേക്കാണ് പോകുന്നത്. വേറെ കൊളംബോ പോർട്ടിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് നേരെ പോകുന്ന സിംഗപ്പൂർ പോർട്ടിലേക്കാണ്. പലപ്പോഴും നമ്മുടെ യൂറോപ്യൻ കൺട്രീസിൽ വരുന്ന ഷിപ്പുകളെല്ലാം വിഴിഞ്ഞം പോർട്ടിൽ വന്നതിന് ശേഷം സിംഗപ്പൂർ യാൻഷ്യൻ പോർട്ട് ഇവിടേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ ചൈനയിലെ യാൻഷ്യൻ പോർട്ടിൽ നിന്ന് തിരിഞ്ഞ കപ്പൽ സിംഗപ്പൂർ പോർട്ട്, വിഴിഞ്ഞം, പിന്നെ ഈ പറയുന്ന റോട്ടർഡാം ഇങ്ങോട്ടാണ് പോകുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് സ്കിപ്പ് ചെയ്ത പല പോർട്ടുകളുമുണ്ട്. ആ പോർട്ടുകളെയാണ് വർഷങ്ങളായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോർട്ട്. കാരണം നമ്മുടെ പോർട്ടിൽ, നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ ഇതുവരെ ഒരു ഡീപ്പ് വാട്ടർ, നമ്മുടെ ഈ പറഞ്ഞ പോർട്ടോ അല്ലെങ്കിൽ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടോ നിലവിലില്ലായിരുന്നു ആ സമയത്തെല്ലാം. ഇപ്പോൾ ഇതുപോലുള്ള ഷിപ്പുകൾ സ്കിപ്പ് ചെയ്യുന്ന പോർട്ടിൽ നിന്നാണ് ഫീഡർ വെസലിലേക്ക് ഇന്ത്യ എന്ന വലിയൊരു കൺസ്യൂമർ കൺട്രിയിലേക്ക് സാധനങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അത് മാറി ഇപ്പോൾ നമ്മുടെ പോർട്ടിൽ നിന്നാണ് ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും, അല്ലെങ്കിൽ ഇന്ത്യയുടെ പല സ്റ്റേറ്റിലേക്കും ഫീഡർ വെസൽ നമ്മുടെ പോർട്ടിൽ നിന്ന് പോകുന്ന കാഴ്ച അതിന് ഉദാഹരണം തന്നെയാണ്. ഇപ്പോഴും 5ഓളം ഷിപ്പുകളാണ് നമ്മുടെ പോർട്ടിന് പുറത്ത് വെയിറ്റിംഗ് ആയിട്ടുള്ളത്. അത് വലിയ കാര്യമല്ലായിരിക്കാം. ഇപ്പോൾ പല പോർട്ടിലും 10-50 ഷിപ്പ് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് മാസം കൊണ്ട് വലിയ നേട്ടം കൈവരിച്ച പോർട്ടിൻ്റെ ലിസ്റ്റിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പോർട്ട് തന്നെയായിരിക്കും നമ്മുടെ സ്വന്തം പോർട്ട്. അതിന് കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഈസ്റ്റ് വെസ്റ്റ് സീ റൂട്ട്, അതായത് ഏറ്റവും തിരക്കുള്ള കപ്പൽ ചാലാണ് ഈസ്റ്റ് വെസ്റ്റ് സീ റൂട്ട്. അതിൻ്റെ ഏറ്റവും അടുത്തുള്ള പോർട്ട്, അല്ലെങ്കിൽ 10 നോട്ടിക്കൽ മൈൽ അകലെ മാത്രമുള്ള, അതായത് 18.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള പോർട്ട് തന്നെയാണ് നമ്മുടെ സ്വന്തം പോർട്ട്. അതിനാൽ ധാരാളം കപ്പൽ ഇനിയും നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലേക്ക് ഒഴുകിയെത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുമാത്രമല്ല, ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഗേറ്റ് വേക്ക് ആക്കം കൂട്ടുന്ന രീതിയിൽ നമ്മുടെ പോർട്ട് വളരും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിലൊരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.